ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഇത് ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിലാണ് ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരുന്ന കാലം, ആ സമയത്ത് മഹാനവറുകൾക്ക് ഒരു 7-8 വയസ്സൊക്കെ കാണുകയുള്ളൂ. കാണുന്നതെല്ലാം മനസ്സിലാകുന്ന ഒരു കാലമാണല്ലോ 7-8 വയസ്സെന്ന് പറയുമ്പോൾ. അവിടുന്ന് പറയുകയാണ്, യസ്രിബിലെ ഒരു പുരോഹിതൻ, ജൂതനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്ക് മുകളിൽ കയറിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്, വൈലക മാലക്, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അങ്ങനെ അവിടെ നിന്ന് ആ ജൂതനായ മനുഷ്യൻ പറയുകയാണ്, ത്വലഅ നജ്മു അഹ്മദ് അല്ലദീ ഉലിദ ബിഹി ഫീ ഹദഹിൽ ലൈല. ഈ രാത്രിയുണ്ടല്ലോ, ഈ രാത്രിയിൽ അഹ്മദ് നബിയുടെ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജൂതന്മാർ പോലും, ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ, നക്ഷത്രങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് പോലും ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതായി അവർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പവിത്രതയാണ്. മുത്തുനബിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ പവിത്രത. നമ്മളത് മനസ്സിലാക്കേണ്ട, അവിടുത്തെ അനുയായികളായ നമ്മൾ അത് കൂടുതലായി മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.